45 മുതൽ 55 വയസ്സുള്ള ചില സ്ത്രീകളിലൊക്കെ ഈ ചിരിക്കുമ്പോഴും തുമ്മുമ്പോഴൊക്കെ അറിയാതെയായിട്ട് മൂത്രം പോകുന്ന ഒരു കണ്ടീഷൻ കാണുന്നുണ്ട്. കൂടെ തന്നെ രാത്രി സമയങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രശങ്ക വരിക, അല്ലെങ്കിൽ അറിയാതെയായിട്ട് മൂത്രം ഒഴിച്ചു പോവുക, പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുക, അതിൻ്റെ കൂടെ ദിവസം തന്നെ 8 അതിൽ കൂടുതൽ തവണയായിട്ടോ മൂത്രം ഒഴിക്കണം എന്ന് തോന്നുക. ഇതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർത്തവ വിരാമത്തിന് മുന്നാടിയായിട്ടുള്ള പെരിമെനോപോസ് സ്റ്റേജിലേക്ക് എത്തുമ്പോഴുള്ള ഹോർമോണൽ വ്യതിയാനം അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസിന്റെ ഭാഗമായിട്ട് കാണുന്ന കണ്ടീഷൻസ് ആണ് ഇതൊക്കെ. മെയിൻലി അതിന്റെ ഹോർമോണാണ് ഈസ്ട്രോജൻ. ഈസ്ട്രോജൻ സാധാരണയായിട്ട് സ്ത്രീകളിലെ ഈ ബ്ലാഡറിന്റെ യുറേത്രന്റെയും പേശികളെ ശക്തരാക്കും. അപ്പൊ ഈ ഈസ്ട്രോജന്റെ ലെവൽ കുറയുകയാണെങ്കിൽ ആ പേശികളൊക്കെ ദുർബലമാവാനും ഈ കണ്ടീഷൻസ് ഒക്കെ കാണിക്കുകയും ചെയ്യും. ജനറലി ഇതിനെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ നമ്മുടെ ഫ്ലൂയിഡ് ഇൻടേക്ക് അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നതിന് അളവ് കുറയ്ക്കാം. അതിൻ്റെ കൂടെ തന്നെ കഫൈൻ്റെ ഇൻടേക്ക് എന്ന് വെച്ചാൽ കോഫി, സോഡ, ടീ ഇതിൻ്റെയൊക്കെ അളവ് ഒരു പരിധി വരെ നമുക്ക് കുറച്ചെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ മസാലകൾ, ഈ സ്പൈസസ് ഇതിൻ്റെയൊക്കെ അളവ് കുറയ്ക്കുന്നതിലൂടെ നമ്മുടെ ബ്ലാഡറിൽ എരിച്ചിൽ ഉണ്ടാക്കുന്നത് നമുക്ക് ഒഴിവാക്കാം. ഇതിന് കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ്ലി നമുക്ക് ഈ പെൽവിക് ഫ്ലോർ മസിൽസിന്റെ എക്സസൈസുകളും കൂടി ഉൾപ്പെടുത്തേണ്ടതാണ്. ഇനി ഇത് കോംപ്ലിക്കേറ്റഡ് ആവുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ യൂറിൻ കൂടുതലായിട്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ അണുബാധ ഉണ്ടാവാനും UTI അല്ലെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ജനറൽ മാനേജ്മെന്റ് കൂടെ ആയിട്ട് തന്നെ നമ്മൾ അടുത്തുള്ള ഒരു നല്ലൊരു ഹോമിയോപ്പതിക് ഫിസിഷ്യനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ലഭിക്കുന്നതാണ്. താങ്ക് യു.